പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ച നമുക്ക് വചന വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. മനോഹരമായ വചനഭാഗമാണ്. ഈശോ ശിഷ്യന്മാരും വള്ളത്തിൽ പോകുന്നു. ഈശോ ആ വള്ളത്തിൽ തല ചായ്ച്ച് ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു. വള്ളം നടുക്കടലിൽ എത്തുമ്പോൾ തിരമാലകൾ ആഞ്ഞടിക്കുകയും തങ്ങൾ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരുടെ കുറിച്ചുള്ള വചനഭാഗം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ് അമ്മ ത്രേസ്യയുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: വിത്ത് ജീസസ് ഐ ആം ഹീറോ. അതായത് ഈശോയോട് കൂടി ആയിരിക്കുമ്പോൾ ഞാൻ ശക്തനാണ്, ഞാൻ ഹീറോയാണ്. വിത്തൗട്ട് ജീസസ് ഐ ആം സീറോ. ഈശോ ഇല്ലാത്തപ്പോൾ ഞാൻ നിസ്സാരനാണ്, ഞാൻ ശൂന്യനാണ്, ഞാൻ സീറോയാണെന്ന്. പലപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈശോ കണ്ണു തുറന്നിട്ട് ശിഷ്യന്മാരോട് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്: എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുക? നിങ്ങളുടെ വിശ്വാസം എവിടെ? പ്രിയപ്പെട്ടവര്, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് തീർച്ചയായിട്ടും ഓരോ മനുഷ്യരും ഇങ്ങനെ ഭയന്ന് വിറക്കുക. പ്രതിസന്ധികൾക്ക് മുമ്പിൽ, പ്രയാസങ്ങളുടെ മുൻപിൽ ആരെങ്കിലുമൊക്കെ വാവിട്ട് കരയുന്നുണ്ടെങ്കിൽ, നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക, എനിക്ക് എൻ്റെ ദൈവത്തിൽ എത്രമാത്രം വിശ്വാസമുണ്ട്. കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള ഒരു കഥയാണ്. അതായത് ഒരു മനുഷ്യൻ നയഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒരു ചരട് വലിച്ചു കെട്ടി അല്ലെങ്കിൽ കയർ വലിച്ചു കെട്ടി അതിലൂടെ വലിയ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് അതിലൂടെ ആ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ കയറിലൂടെ നടന്ന് മറുകരയെ പോയി തിരിച്ചു വന്നു. ഇത് കണ്ട് മനുഷ്യരൊക്കെ കൈകരകൾ അടിച്ച് ഇങ്ങനെ ഈ മനുഷ്യന്റെ ധൈര്യത്തെ പ്രശംസിച്ചു. പെട്ടെന്ന് ആ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു: ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എൻ്റെ കൂടെ വരുവാനായിട്ട്? ആരെങ്കിലും വരാൻ സന്നദ്ധമാണെങ്കിൽ ഞാൻ അവരെ മറുകരയെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാം, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്നൊക്കെ മനുഷ്യൻ പറഞ്ഞു. പക്ഷെ ഒരു മനുഷ്യരും ഈ മനുഷ്യന്റെ വാക്ക് കേട്ട് മനുഷ്യന്റെ കൂടെ പോകാനായിട്ട് തയ്യാറായില്ല. പക്ഷെ ഒരു ചെറിയ കുട്ടി ആ കൂട്ടത്തിനിടയിൽ നിന്ന് ഓടി വന്നിട്ട് ഈ മനുഷ്യന്റെ തോളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് മനുഷ്യനോട് പറയുന്നു: ഞാൻ കടന്നു വരാം. ഈ മനുഷ്യൻ തന്റെ തോളത്ത് ആ ചെറിയ കുട്ടിയെ വഹിച്ചുകൊണ്ട് ഈ റോപ്പിലൂടെ അല്ലെ കയറിലൂടെ മറുകരയിലേക്ക് പോയി. കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ ആ മനുഷ്യൻ മറുകര പോയി തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ട ആൾക്കാർക്ക് വലിയ അത്ഭുതമായി. ഈ കുട്ടി തിരിച്ചു വന്നപ്പോൾ അവരൊക്കെ ഓടിച്ചെന്ന് കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്: എനിക്ക് ഇത്ര ധൈര്യം എവിടെ നിന്നാണ്? ആ കുട്ടി പറയുന്ന മനോഹര വാക്യമുണ്ട്: ഞാൻ എന്തിനാ പേടിക്കണം? കാരണം ഞാൻ ഇരുന്ന് വെച്ചത് എൻ്റെ അപ്പൻ്റെ തോളത്താണ്. എൻ്റെ അപ്പൻ എന്നെ കാത്തുകൊള്ളുമെന്നും എൻ്റെ അപ്പൻ എന്നെ രക്ഷിക്കുമെന്നൊക്കെ എനിക്കറിയാം. അപ്പൻ്റെ തോളത്തായിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെടുക? കുത്തൊഴുക്കുന്ന ഈ വെള്ളച്ചാട്ടമൊന്നും അപ്പൻ്റെ തോളത്തായിരിക്കുമ്പോൾ ഭയപ്പെടാനുള്ള ഒരു കാരണമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളും ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ജീവിതമൊക്കെ ഒരുപാട് സന്തോഷമുള്ള ജീവിതമോ അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഓരോ പ്രശ്നങ്ങളുടെ മുൻപിൽ പതറിപ്പോയി നിലവിളിച്ച് ഒക്കെ നമ്മൾ പത്രോസിനെ പോലെയൊക്കെ നമ്മൾ ജീവിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നീറോ ചക്രവർത്തി, കാരണം ചരിത്രത്തെ ആ മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുക ഏറ്റവും ദുഷ്ടനായ ഒരു ചക്രവർത്തി. കാരണം ക്രിസ്ത്യാനികളെ ക്രൂരമായിട്ടും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ മനുഷ്യൻ കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട്. 100 കണക്കിന് ക്രിസ്ത്യാനികളെ കൊളോസി എന്ന് പറഞ്ഞ സ്റ്റേഡിയം ഉണ്ടാക്കി വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്ത് അത് കണ്ട് ആർത്ത് അട്ടഹസിച്ച് സന്തോഷിച്ചിട്ടുണ്ട്. പലരെയും കഴുത്തി ചേരിച്ച് ഇല്ലാതാക്കിയിട്ടുണ്ട്. പലരെയും കുരിശി തറച്ച് കൊന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വലിയ ക്രൂരത നടത്തിയിട്ടുള്ള ക്രിസ്ത്യാനികളുടെ മേലിൽ എത്രമാത്രം ക്രൂരത നടത്തിയിട്ടുള്ള ഈ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ മനുഷ്യന് ക്രിസ്ത്യാനികളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ചെന്ന് ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. കാരണം അവരൊക്കെ വലിയ സന്തോഷത്തോടു കൂടിയാണ് കൊലക്കളത്തിലേക്കൊക്കെ നടന്നു നീങ്ങിയത്. ഒരു മുഖമൊക്കെ എത്രമാത്രം പ്രസന്നമായിരുന്നു, എത്രമാത്രം സന്തോഷമുള്ളതായിരുന്നു. അതേ പ്രിയപ്പെട്ടവര്, ചരിത്രത്തിൽ നോക്കുമ്പോൾ ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധയോ പോലും, രക്തസാക്ഷികൾ പോലും ഒരിക്കൽ പോലും പതറിപ്പോയിട്ടില്ല. സഹനങ്ങളുടെ മുൻപിൽ അവരൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങിയത്. കാരണം അവർക്കറിയാം തങ്ങളുടെ ദൈവം ശക്തനാണെന്ന്. പത്രോസിന്റെ ജീവിതം
നമ്മൾ ഈ വള്ളത്തിൽ കാണുന്ന ഒരു കരഞ്ഞ് നിലവിളിച്ച് മരണത്തെ പേടിയുള്ള ഒരു പത്രോസിനെയാണ്. പക്ഷേ പെന്തക്കോസ്തയ്ക്ക് ശേഷം അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പറയും ഇങ്ങനെയാണ്: ഹെറോദസ് രാജാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ശിരസ് ഛേദിച്ച് കൊന്നുകളഞ്ഞു. ഇത് യഹൂദരെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് അവൻ പത്രോസിനെയും ബന്ധിച്ച് കൊല്ലാനായിട്ട് തീരുമാനിച്ചു. 12-ാം അധ്യായം അപ്പോസ്തലർ 12-ാം അധ്യായം 6-ാം വാക്യം പറയും ഇങ്ങനെയാണ്: പത്രോസ് ജയിലറയിൽ, കാരണം പിറ്റേ ദിവസം അവനെ വിചാരണ ചെയ്ത് കൊന്നുകളയും, പത്രോസിനും അറിയാം. പക്ഷെ അവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമുണ്ട്. അവൻ ജയിലറയിൽ കരങ്ങളും ചങ്ങല ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും അവൻ ശാന്തമായിട്ട് ആ 2 ഭടന്മാരുടെ നടുവിൽ ഉറങ്ങിയെന്ന്. കാരണം അവൻ ഒന്നിനെ കുറിച്ച് ആകുലതപ്പെട്ടില്ല, തന്റെ ജീവൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഭയപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ അല്ലെങ്കിൽ സമ്പൂർണ്ണ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള വാക്യമാണ്. ഏകദേശം 365 തവണ ആ വാക്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ബൈബിൾ പണ്ഡിതന്മാർ പറയുക. ഓരോ ദിവസവും ദൈവം നമ്മളോടും പറയുക, നിങ്ങൾ ഭയപ്പെടേണ്ട. അതിനാൽ ദൈവത്തിൽ വിശ്വാസമുള്ള മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവത്തിൽ വിശ്വാസം വർദ്ധിക്കും തോറും നമ്മുടെ പ്രതിസന്ധികളുടെ മുൻപിൽ, പ്രശ്നങ്ങൾക്ക് മുൻപിലുള്ള നമ്മുടെ ഭയങ്ങൾ, നിരാശകളൊക്കെ ഇല്ലാതാകും. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ.